ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ നല്ല നട്ടുച്ച നേരത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പിടിക്കണത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചൂട് കൂടി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനിൽ തന്നെ മുഴുവനും പെറ്റൂണിയ പ്ലാന്റ്സ് ഇങ്ങനെ നട്ട് ഹാങ് ചെയ്തിട്ടേക്കണായിരുന്നു. ഇപ്പോൾ വെയിൽ കൂടിയപ്പോഴേക്കും അതിൻ്റെ പ്ലാന്റ്സ് മൊത്തം കരിയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് പൂച്ചെടികൾ, ഇതുപോലെയുള്ള പൂച്ചെടികളൊക്കെ നടാൻ വേണ്ടി നോക്കരുത്. ഇലച്ചെടികളായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഇതിപ്പോൾ ഷീറ്റിൻ്റെ താഴെ ഈ ചെടികൾ വെച്ചിട്ട് വരെ നല്ലതുപോലെ വെയിൽ കൂടിയിട്ടെല്ലാം കരിയണേണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ സ്റ്റെപ്പിലൊക്കെ വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേനലാകുമ്പോഴേക്കും ഈ പോട്ട്സിൽ നട്ടേക്കണ വെയിലത്തിരിക്കണ പ്ലാന്റ്സൊക്കെ നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. ഭംഗിയൊന്നും വെക്കാൻ വേണ്ടി നമ്മൾ നോക്കരുത്. ചെടികളാണ് നോക്കേണ്ടത്. അതൊക്കെ ഷെയ്ഡിലേക്ക് എടുത്ത് വെച്ചേക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ താഴെയൊക്കെ നട്ടേക്കണ മണ്ണിൽ നട്ടേക്കണ ചെടികളാണെങ്കിൽ അതിന് വെള്ളത്തിന് വേണ്ടി നമുക്ക് ചകിരിയില്ലേ, ചകിരിയോ മടലോ അതിന് ചുറ്റും നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം നനച്ച് കൊടുത്താൽ ആ ഈർപ്പം നിലനിൽക്കോട്ടോ. ഇങ്ങനെ കുറേ നേരത്തേക്ക് ഇങ്ങനെ നിൽക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 നേരം നനച്ച് കൊടുത്തിട്ടും ഈ ചെടിക്ക് പറ്റണില്ല. ഇതിപ്പോൾ ഞങ്ങൾ ടൗൺ ഏരിയയിലായത് കാരണം കിണറോ ബോർവെല്ലോ ഒന്നുമില്ല. അത് കാരണം നമുക്ക് പൈപ്പ് വെള്ളം തന്നെ ഉപയോഗിക്കേണ്ടി വരും. പൈപ്പ് വെള്ളം എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും, വെള്ളം തന്നെ ഇപ്പോൾ ക്ഷാമമാവട്ടെ. വെള്ളം തന്നെ നമുക്ക് കുടിവെള്ളം വരെ കിട്ടാത്ത ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ബോസ്റ്റൺ ഫേണാണ് കേട്ടോ. ഫേൺസിന് ഏറ്റവും കൂടുതൽ ഈർപ്പവും തണുപ്പും ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. ഇതിപ്പോൾ ചൂട് കൂടിയപ്പോൾ കണ്ടിട്ട് ലീവ്സൊക്കെ കരിഞ്ഞു തുടങ്ങി. അത് കാരണം ഫേൺസുകളൊന്നും നമ്മൾ ഈ ചൂട് സമയത്ത് നടാൻ നോക്കരുത് കേട്ടോ. അതുപോലെ ബട്ടർഫ്ലൈ പ്ലാന്റ്, ഇതിന് തണുപ്പും അധികം വെള്ളവും പാടില്ല, അധികം ചൂടും പാടില്ലാത്തൊരു സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ലീവ്സൊക്കെ കണ്ടോ കരിഞ്ഞു തുടങ്ങി. പിന്നെ ഇതിപ്പോൾ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത കാരണം അതിൽ താഴെ അതൊക്കെ മുളച്ച് വന്നേക്കന്നെയാണ്. അതൊക്കെ നമ്മൾ പറിച്ച് കളയണം. അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ വേസ്റ്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലും ഇങ്ങനെ അതിൽ കിടന്നിങ്ങനെ ചീഞ്ഞ് കുറച്ച് ജലാംശം അതിലെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ ഒരു കുപ്പിയിൽ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വെള്ളം വീണ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോഴും ചെടികൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. എന്നാലും ചെടിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വെയിലാണ് വരുന്നത്, നമുക്ക് തന്നെ പറ്റണില്ല. ഇതിപ്പോൾ ലീഫി പ്ലാന്റ്സ് ആണ് ഞാൻ കൂടുതലായിട്ട് നട്ടേക്കണത്. ആ ഫ്രണ്ട് പോർഷനെ മാത്രമാണ് പെറ്റൂണിയ പ്ലാന്റ് നട്ടു വെച്ചേക്കണം. പിന്നെ ഇതുപോലെയുള്ള ഫിലാഡൻഡ്രോൺ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ വേരുകളൊക്കെ കൂടുതലും ഈർപ്പം വെക്കണ ഒരു പ്ലാന്റ് ആയത് കാരണം അതിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പെറ്റൂണിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നൊരു പ്ലാന്റാണ്. പകുതിയോളം കരിഞ്ഞ് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്. പക്ഷേ പൂച്ചെടികളൊന്നും നടാനാരും നോക്കരുത് കേട്ടോ. പിന്നെ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. 2 നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവർക്ക് ഏറ്റവും നല്ലത്. വെള്ളം ഇല്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ ആ ഒരു അവസ്ഥയിലായി, ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി. പിന്നെ ഇതിപ്പോൾ മുട്ടത്തൊണ്ട്, പിന്നെ വെജിറ്റബിൾസിൻ്റെ വെള്ളം ഇങ്ങനെ എടുത്ത് വെച്ചേക്കും. അതൊക്കെ ഒഴിച്ചൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ സംരക്ഷിച്ച് വെച്ചേക്കുന്നത്.